അപർണ റാങ്ക് ഹോൾഡറായി. അപ്പോൾ ആ ഒരു സന്തോഷം എങ്ങനെയാണ്, ആ സന്തോഷം പങ്കുവെക്കുന്നത് എങ്ങനെയാണ്? റാങ്ക് ഹോൾഡറായി എന്നറിഞ്ഞപ്പോണ്ടായിരുന്ന ഒരു റിയാക്ഷൻ എങ്ങനെയുണ്ടായിരുന്നു? സന്തോഷം തന്നെ, കാരണം എല്ലാവർക്കും ഓരോ മക്കൾക്ക് ഒരു റാങ്ക് കിട്ടുമ്പോൾ സന്തോഷം തന്നെയായിരിക്കും. പിന്നെ ഞാൻ ഒന്നിലും ഓവർ എക്സൈറ്റഡ് ആവാറില്ല. അപർണയ്ക്ക് പത്താം ക്ലാസ്സിലും നല്ല മാർക്ക് ഉണ്ടായിരുന്നു, പ്ലസ് ടുവിനും ഉണ്ടായിരുന്നു. പ്ലസ് ടുവിന് 499 ഔട്ട് ഓഫ് 500 ഉണ്ടായിരുന്നു. ആ സമയത്തും ഇപ്പോഴും എനിക്ക് ആ ഒരു ലെവലിൽ തന്നെയാണ് ഉള്ളത്. പിന്നെ അപർണ സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാം ചെയ്യും. അപർണ അങ്ങനെ പുസ്തകപ്പുഴെന്ന് പറയുന്നൊന്നുമല്ല. അപർണ പഠിക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് അത് ചെയ്യും, സിസ്റ്റമാറ്റിക് ആയിട്ട്. അത് തന്നെയാണ് അപർണയുടെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. ബാക്കിയുള്ള എല്ലാ കുട്ടികളുമാരും മൊബൈലിലായാലും അതിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യും തുടങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്കൂളിൽ തന്നെ ഒരുപാട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യായിരുന്നു. ക്ലാസ്സിലിരിക്കൽ വളരെ കുറവായിരുന്നു നേരത്തെ ശരിക്കും സ്കൂളിലെ സമയത്ത്, കാരണം പല ആക്ടിവിറ്റീസിലും ഇൻവോൾവ് ആയിരുന്നു. പക്ഷേ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ സിയയുടെ സമയത്ത് തന്നെ പഠിക്കേണ്ട സമയത്ത് മൊബൈൽ മാറ്റി വെച്ചിട്ട് പഠിക്കാനിരുന്ന് അത് കൃത്യമായിട്ട് പിന്നെ അത് ചെയ്യും. അത് തന്നെയായിരുന്നു അതിൻ്റെ ഒരു അപർണയുടെ സക്സസ് എനിക്ക് തോന്നുന്നു. അപർണയ്ക്ക് CA പോകണം അല്ലെങ്കിൽ CA കോഴ്സ് ചൂസ് ചെയ്യണം എന്ന് പറയുമ്പോൾ സാധാരണ നമുക്ക് അതിലൊരു സൊസൈറ്റിയിലുള്ളൊരു സ്റ്റിഗ്മ ഉണ്ട്. CA ഒരു ഡിഫിക്കൽട്ട് കോഴ്സാണ്, പെട്ടെന്ന് അങ്ങനെ അച്ചീവ് ചെയ്യുന്നൊന്നുമല്ല. ഒരു പക്ഷേ അപർണ അറിഞ്ഞിട്ടുണ്ടാവില്ല, നമ്മുടെ അടുത്ത് അല്ലെങ്കിൽ പേരൻസിന്റെ അടുത്ത് കുറെ പേര് പറഞ്ഞിട്ടുണ്ടാവും, ഒന്നുകൂടെ ആലോചിക്കണം, അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് കോഴ്സിലേക്ക് ഡിഗ്രി കൂടെ കഴിഞ്ഞിട്ട് പോരെ, അങ്ങനെയൊക്കെ ചിലപ്പോൾ ഒരു റെക്കമെൻഡേഷൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ അപർണ CA ചൂസ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു അതിനെ ഒന്ന് അപ്രോച്ച് ചെയ്തത്? അല്ല, ആക്ച്വലി അതിലും എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാരണം ആക്ച്വലി ഞാൻ കമ്പനിയുടെ ഒരു ഫൈനാൻസ് ഡയറക്ടറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു എറണാകുളത്ത് വന്നപ്പോൾ മുതൽ 22 years ആയിട്ട് ഞങ്ങളെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ബെന്നി സാർ, ആ സാറുമായിട്ട് വളരെ അസോസിയേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അവിടുത്തെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, പിന്നെ മാത്രമല്ല സാറ് എൻ്റെ ഒരു ഗുരുവും കൂടിയാണ് ഈ സത്യം പറഞ്ഞാൽ. അപ്പോൾ എനിക്ക് ആ ഒരു ഫീൽഡ് എന്താണെന്ന് നന്നായിട്ട് അറിയാം. അപ്പോൾ അവർക്ക് ആ ഒരു ഫീൽഡിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിന് പിന്നെ ഞങ്ങൾ അവരുടെ ഇഷ്ടം എന്താണ്, എന്ത് ഫീൽഡിലേക്ക് പോകണം. അപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻസി ആണ്, ചാർട്ടേഡ് അക്കൗണ്ടൻസി. അതിന് വേണ്ട സപ്പോർട്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള അത് ചെയ്യും, അത്ര മാത്രമേ ഉള്ളൂ. അതിലങ്ങനെ നമുക്കൊരു പ്രശ്നമൊന്നും തോന്നിയിരുന്നില്ല. കാരണം എത്രയോ കുട്ടികളെ ഞാൻ അവിടെ കാണുന്നുണ്ട്, അവരൊക്കെ ഇത് കഴിഞ്ഞിട്ട് വരുന്നവർ, അതുപോലെ തന്നെയാണ് നമ്മൾ. അപ്പോൾ അത് പോസിബിളാണ്, അത്രയേ ഉള്ളൂ. 9th പഠിക്കുമ്പോഴേ തീരുമാനിച്ചത് എനിക്ക് കോമേഴ്സ് മതി എന്നുള്ള ആ ഒരു ഇതിൽ എടുത്തു. സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ സംസാരിക്കുമായിരുന്നു ഇങ്ങനെ ആള് CA ചൂസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെന്ന്, അങ്ങനെ ടീച്ചേഴ്സുമായിട്ടൊക്കെ സംസാരിക്കാറുണ്ട്? ടീച്ചേഴ്സ് ഇപ്പോൾ 10th കഴിഞ്ഞ സമയത്ത് ടീച്ചേഴ്സൊക്കെ ഭയങ്കരമായിട്ട് അവളെ സയൻസ് എടുക്കാൻ വേണ്ടി കമ്പൽ ചെയ്യായിരുന്നു, നന്നായിട്ട് നിർബന്ധിക്കുമായിരുന്നു. കോമേഴ്സിൻ്റെ ക്ലാസ്സിൽ ഇരുന്ന ശേഷവും ടീച്ചേഴ്സ് സയൻസിലേക്ക് മാറാൻ വേണ്ടിയുള്ള ഒരു പ്രഷർ ഉണ്ടായിരുന്നു ചില ടീച്ചേഴ്സ്, എല്ലാവരും അല്ല, അങ്ങനെയൊക്കെ. പക്ഷെ അവൾക്ക് അത് മതി എന്നുള്ള ഇതിൽ അവള് ചെയ്തു. ഇപ്പോ അവളെ കാര്യങ്ങളെല്ലാം ചൂസ് ചെയ്ത് അവൾ തന്നെയാണ് എനിക്ക് ഇന്നത് പഠിക്കണം എന്നുള്ള എല്ലാം നമ്മള് സപ്പോർട്ട് ചെയ്തു, അത്രേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ പേരൻസിന്റെ സപ്പോർട്ടാണ് ശരിക്കും സ്റ്റുഡൻസിന് ഏറ്റവും കൂടുതൽ വേണ്ടത്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ പ്രഷേഴ്സ് ഒത്തിരി വരുമ്പോഴും കുട്ടികളിലേക്ക് അത് എത്താതെ എത്രത്തോളം നമ്മളതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് ഹ്യൂജ് ഫാക്ടർ. അപ്പോൾ ശരിക്കും കുറേയേറെ പേരൻസ് അവർക്ക് അവയർനെസ് ഇല്ലായ്മ കൊണ്ടാവാം, അല്ലെങ്കിൽ അവർക്ക് ഈ കോഴ്സിന്റെ ഈ ഡിഫിക്കൽട്ടി ലെവലിനെ കുറിച്ചുള്ള ഒരു അറിവില്ലായ്മ കൊണ്ടാവാം, അല്ലെങ്കിൽ ആദ്യമായിട്ട് കുഞ്ഞുങ്ങൾ തോൽക്കുന്നത് കാണുമ്പോൾ ഉള്ള വിഷമം കൊണ്ടാവാം, അല്ലെങ്കിൽ ഫാമിലി പ്രഷർ കൊണ്ടാവാം. അപ്പോൾ കുറേ പ്രശ്നങ്ങളുണ്ട്. ശരിക്കും പേരൻസിനെ ശരിക്കും ഇവരെ ഇതിന്റെ കൂടുതൽ എത്രത്തോളം സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ പറ്റും എന്നുള്ളത് ഇസ് എ ഹ്യൂജ് ഇഷ്യൂ. ശരിക്കും അവരോട് ഇപ്പോൾ പേരൻസിനോട് എന്തെങ്കിലും ഒരു റെക്കമെൻഡേഷൻ ആസ് എ പേരൻറ്, ഒരു റാങ്ക് ഹോൾഡറിന്റെ പേരന്റ് എന്നുള്ളതിനേക്കാളും ഒരു CA സ്റ്റുഡന്റിന്റെ പേരന്റ് എന്നുള്ള രീതിയിൽ എന്താണ് ഒരു പേരൻസിനോട് പറയാൻ പറ്റുന്ന ഒരു കാര്യം പറയാമോ? ആദ്യം കുട്ടിയുടെ ഇഷ്ടം എന്താണെന്നുള്ളത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചല്ല, അവർക്ക് ഇഷ്ടം അതാണെങ്കിൽ അതിനെ വിടുക. അതിലവരെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനും മുന്നോട്ട് പോകാനും അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ. അപ്പോൾ അവരുടെ കേസിൽ ഞങ്ങൾ ഒരു കാലത്ത് പറഞ്ഞതിന് ഒരു തരത്തിൽ ഞങ്ങൾ പ്രഷർ ചെയ്തിട്ടില്ല. 1 മാർക്ക് കുറഞ്ഞു പോയിന്നോ അല്ലെങ്കിൽ 10 മാർക്ക് കുറഞ്ഞു പോയിന്നോ, എനിക്ക് ഇത്ര ബാക്കി 1 മാർക്ക് എവിടെ പോയിന്നോ ഞങ്ങൾ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടില്ല. അവർക്ക് എത്രയാണോ കിട്ടിയത്, കാരണം അവർ വർക്ക് ചെയ്യുന്നുണ്ട്, അത് ഞങ്ങൾ കാണുന്നുണ്ട്, സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്നുണ്ട്, അത് കൃത്യമായിട്ട് ഞങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം 1 മാർക്കോ അല്ലെങ്കിൽ 10 മാർക്കോ പോയി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമുക്കൊന്ന് ഇറ്റ് ഈസ് ഔട്ട് ഓഫ് അവർ കൺട്രോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിലൊന്നും ഒരു തരത്തിലും കമ്പൽ ചെയ്തിരുന്നില്ല. എനിക്ക് ബാക്കിയുള്ള പേരൻസിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് അത് തന്നെയാണ്, നമ്മൾ മക്കളെ പ്രഷർ ചെയ്യാതിരിക്കുക, അവർക്ക് വേണ്ട സപ്പോർട്ട് ചെയ്തു കൊടുക്കുക. അപ്പോൾ അവർക്കൊരു ഇമോഷണൽ പ്രോബ്ലം അല്ലെങ്കിൽ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന എന്ത് പ്രശ്നം വരുന്ന സമയത്ത് അവരെ നമ്മൾ സമാധാനിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക, അതിന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങനെയായിരുന്നു ലോജിക്കിലേക്ക് എത്തിയത്? ലൈക്ക് സാറിന് ഇപ്പം CA ഫീൽഡിലുള്ള ആൾക്കാരുമായിട്ട് കണക്ഷൻസ് ഉണ്ട്, സാറിന് ഗുരുവായിരുന്നു എന്ന് പറഞ്ഞു ബെന്നി സാറിനെ കുറിച്ച്.
അപ്പോൾ സാറിനാണെങ്കിലും മാമിനാണെങ്കിലും മാം ടീച്ചിങ് ഫീൽഡിൽ ഉണ്ടായിരുന്ന ഒരാളാണ്, ബി എഡ് കഴിഞ്ഞ ഒരാളാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു ഏത് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്യണം എന്ന് വരുമ്പോൾ വിൽ ഡു എ ലോട്ട് ഓഫ് റിസർച്ച്. അപ്പോൾ എങ്ങനെയാണ് ലോജിക്കിലേക്ക് എത്തിയത് ആൻഡ് ലോജിക്കിലുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? ലോജിക്കലെന്ന് വെച്ചാൽ അപർണയുടെ 12th പഠിപ്പിച്ച ടീച്ചർ ഉണ്ടായിരുന്നു, മിനി മാം. അപ്പോൾ മാമായിരുന്നു അതിൻ്റെ നിങ്ങളൊരു ലോജിക്കുകാർ ഒരു ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തു. അങ്ങനെ അവളെ എഴുതി. അപ്പോൾ സെലക്റ്റഡായി. അവൾക്ക് 50% സ്കോളർഷിപ്പ് അങ്ങനെ പറഞ്ഞു. പിന്നെ നമ്മൾ അന്വേഷിച്ചപ്പോൾ ലോജിക്ക് കുഴപ്പമില്ല, നല്ല ക്ലാസ്സസ് ആണ് അങ്ങനെയൊക്കെ പറഞ്ഞു ടീച്ചർ. ആയിരുന്നു അവരുടെ +2 ടീച്ചേഴ്സും പറഞ്ഞിരുന്നു ലോജിക്ക് പൊതുവേ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ലോജിക്കിൽ പോയത്. പിന്നെ ഈ സ്കോളർഷിപ്പ് ഒക്കെ കിട്ടിയത് പിന്നെ നമ്മൾ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ നോക്കിയില്ല, ലോജിക്കിലേക്ക് തന്നെയാണ് പോയത്. തോന്നില്ല ശരിയായിരുന്നു. അതെ. Okay, thank you.